വെൽക്കം ടു പിപിസ് കിച്ചൺ. പിപിസ് ഉപ്പ വീഡിയോ ഇപ്പൊ തന്നെ വൈറലായിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ തന്നെ 100 വ്യൂസ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പുതിയൊരു ഡിഷുമായി എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ ബട്ടർ മസാല വിത്തൗട്ട് ബട്ടർ. ബട്ടർ ഇല്ല ഇവിടെ. നമ്മൾ പഴയതുപോലെ തന്നെ ഉടായ്പ കാണിക്കും. ട്രേഡ് സീക്രട്ട് നമ്മളെ ഉപ്മാ വീഡിയോയിലുണ്ടായ ട്രേഡ് സീക്രട്ട് പ്രൊമോഷൻ ഗൈസ്. ഇത് ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് പ്രൊമോഷൻ അല്ല. 1,00,000 രൂപ മിൽക്കി മിസ്റ്റ്. ആദ്യമായി നമ്മളൊരു പാത്രം എടുക്കുക. അതിലോട്ട് ഫസ്റ്റ് ആയിട്ട് തൈര് തൈരാണ്. അതിന് പ്രൊമോഷൻ കൊടുക്കണ്ടേ മിൽമയ്ക്ക്? മിൽമയുടെ തൈര് ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും മിൽമേന്റെയാണ് ഗൈസ്. ഇപ്പൊ മസാല ആദ്യം ഒരു സ്പൂൺ പതുക്കെ ആ സ്പൂൺ കാണിക്കേ. പ്രേക്ഷകർക്ക് കാണണ്ടേ എന്തോരം വലിയ സ്പൂണാണെന്ന്? കാണുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടി. ഇതിൽ പഞ്ചസാര ഇടുന്നില്ല. ഓ ഭാഗ്യം. ഒരു സ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഡിസ്പൂണിലല്ല ഇടുന്നത്, വാല്യൂ ഇടാണല്ലോ. PP പ്രോ അല്ലേ, അപ്പൊ ഇങ്ങനെ മതി ഗൈസ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഒരല്പം മഞ്ഞപ്പൊടി. ട്രേഡ് സീക്രട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. മിക്സിയിലിടണോ? വേണ്ട സ്പൂൺ മിക്സ് ചെയ്താൽ മതി. ഇതൊരു മയണൈസ് പോലെ ഗൈസ്. ആ ഒരു കൺസിസ്റ്റൻസി കണ്ട തുടങ്ങി. കളഞ്ഞ താഴെ. ഇനിയാണ് ഇതിലോട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് ഇടാൻ പോകുന്നത്. സോ കളർഫുൾ. ഇട്ടോ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സോയ. അതെന്തൊക്കെ ചെയ്തെന്ന് പറയാ? കുക്കറിലിട്ട് വേവിച്ച് ഒരു ഒരു വെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതി. കുക്കറിലിടണ്ടേ? കുക്കറിലൊന്നും വേണ്ട. സാധാ വെള്ളത്തിലിട്ട് 2 മിനിറ്റ് വേവിച്ചാൽ മതി. ഓക്കെ. ഒരു 200 ഗ്രാം. എന്നിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണ്ടേ? വെള്ളം പിഴിഞ്ഞ്. ഇതൊക്കെ ആര് പറയും? ഞാൻ പറയണോ? ചേട്ടാ. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഓക്കെ. ക്യൂട്ട് സോയ. ഇത് ഒരല്പസമയം വെക്കുക. ഞാൻ പറഞ്ഞ അല്പസമയം എന്ന് പറയരുതെന്ന്. സമയം കണക്ക് പറയണം. ഒരു 10-15 മിനിറ്റ് വെക്കുക. ഇതാണ് അല്പസമയം. 15 മിനിറ്റ് വെക്കുക. ഒന്ന് മസാല ഒന്ന് സെറ്റായി പിടിക്കാൻ. സെറ്റ് ആവാൻ മസാല വരെ സെറ്റായി ഗൈസ്. അടുത്തതായി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്യുക. അടുപ്പത്തല്ലാതെ നെഞ്ചത്ത് വെക്കാൻ പറ്റൂ. ശല്യല്ലേ കൊണ്ട്. സ്റ്റവ് മീഡിയം ഫ്ലെയിം ആണോ? ഇപ്പൊ ഹൈ ഫ്ലെയിമിൽ നിന്നോട്ടെ. ചൂടാവാൻ വേണ്ടിട്ട്. ഓക്കെ. ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഞാൻ കുപ്പിയിലാണല്ലോ ഒഴിക്കുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ല, ഞാൻ പ്രോ ആണെന്ന് പറഞ്ഞില്ല. വീണ്ടും ഇങ്ങനെ എടുത്ത് പറയില്ല. ഞാൻ കാണുന്നവര് പോയല്ലോ, അതിന് കണക്ക് പറയുന്നുണ്ടല്ലോ. കണക്ക് പറയുന്നില്ല. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അടുത്തതായി മിൽക്കി മിസ്റ്റിന്റെ നെയ്യ്. ഓക്കെ. ബട്ടറിന് പകരം. ബട്ടർ ഇല്ലാത്ത കാരണം 1 സ്പൂൺ. അതും ട്രേഡ് സീക്രട്ട് ആയിരിക്കും. എല്ലാ കറിയിലും 1 സ്പൂൺ ഇടാറ്. ഇത്ര നെയ്യ് കഴിച്ച കൊളസ്ട്രോൾ അല്ലേ? നല്ല കാര്യത്തിനല്ലോ ഗൈസ്. ഇപ്പൊ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. തൊട്ട് നോക്കിയോ? ഇയാളെ കൈതാ. എന്നിട്ട് അതിലോട്ട് ഒരു 2.5 മീഡിയം സൈസ് ഉള്ളിയല്ലേ? സവാള അല്ലേ? സവാള. ഞങ്ങളുടെ നാട്ടിൽ ഉള്ളിയാണ് പറയാറ്. ഉള്ളി കുഞ്ഞതല്ലേ? ഓക്കെ. സവാള, ഒണിയൻ. ഗൈസ് ഇനി സ്റ്റവ് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക. ഓക്കെ. ഇങ്ങനെ സവാള ഗോൾഡൻ ബ്രൗൺ ആവണം. സവാള ഗിരിയേ. അതിലോട്ട് ഗോൾഡൻ ബ്രൗൺ ആവണ്ട. വേണ്ടേ? എന്താ ഇതിലങ്ങനെയാ സാധാരണ കീഴ്വഴക്കം ആകുമ്പോ അങ്ങനെയാണല്ലോ. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാ. ഓക്കെ. എത്ര തക്കാളി? ഒരു തക്കാളി. 4 വറ്റൽമുളക് ഗൈസ്. 1 2 3 4. കുറച്ച് കാഷ്യൂനട്ട്. അപ്പൊ അണ്ടിപ്പരിപ്പ് മൂപ്പിക്കണ്ടേ? അതല്ല ഇതിലിട്ടത് മണ്ടനെ കൊണ്ട്. അല്ല, എല്ലാം കഴിഞ്ഞ് മൂപ്പിച്ചിട്ടല്ലേ ഇതിനകത്ത് ഇടാറ്? അല്ല, തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാ. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ഇനി ഇങ്ങനെ കുറച്ച് സമയം വഴറ്റുക ഗൈസ്. നമ്മൾ പൊടിയൊന്നും ഇട്ടില്ലല്ലോ. പൊടിയിടാനായിട്ടില്ല. പക്ഷെ കണ്ട കളറായല്ലോ. അതാണ് പിപിസ് കൈപ്പുണ്യം. എന്തെങ്കിലും എന്ത് ഇട്ടൊന്നും ഇട്ടില്ലല്ലേ? പിന്നെ ഇങ്ങനെ കളർ വന്ന് തക്കാളിയുടെ കളറ്. ഷെഫ് ഉപ്പ് ഇത് എത്ര നേരം വഴറ്റണം? ഇതൊരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വഴറ്റിയാൽ മതി. എന്താ അല്പസമയം പറയാന്? 10 മിനിറ്റ് അല്ല 5 മിനിറ്റ്. അത് എന്തെന്നെങ്ങനെ മനസ്സിലാവുക? അത് കണ്ടാ മനസ്സിലാവും. കണ്ണോട്ട് മാറാണ് ഉണ്ടാക്കുന്നത്. ഇത് വാടി പോവായിരിക്കും ഗൈസ്. അപ്പൊ മനസ്സിലാവും.
ഗൈസ് ഇതൊരു 5 മിനിറ്റിനോട് അടുത്ത് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയായി. ഇതിപ്പോ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇതൊക്കെ എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യണം. നേരെ മിക്സിയിൽ ഇടരുത്, ഇത് ചൂടാറണം. ആദ്യം ചൂടാറിയിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ പൊടി പോലെ ആവോ? ഗ്രൈൻഡ് ചെയ്തിട്ട് സസ്പെൻസ് ഗൈസ്. നേരത്തെ വരച്ചു വെച്ച മറ്റേ സവാള സാധനങ്ങളൊക്കെ ഇപ്പൊ മിക്സിയിൽ ഇട്ടു. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഇതേപോലെ അരച്ചെടുക്കണം. ഇതേപോലെ അല്ല, കുറച്ചുകൂടെ അരച്ചെടുക്കണം. കൺസിസ്റ്റന്റ് ആവണം ഗൈസ്. നമ്മുടെ മാസ്റ്റർ ഷെഫ് PP അതേ പാത്രം തന്നെ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതിന് വേണ്ടിയിട്ട് സോയ വറക്കാൻ വേണ്ടിയിട്ട്. സോയ ഒന്ന് ചെറുതായിട്ടൊന്ന് സോപ്പ് ചെയ്യണം. പാത്രം കഴുകിയ പോലും ഇല്ല ഗൈസ്. ഇപ്പൊ അതേ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയായിരിക്കും. വിട്ടുപോകാൻ പാടില്ല, ആ മസാല വിട്ടുപോകാൻ പാടില്ല. ഇത് 3 സ്പൂൺ തൊട്ട് എന്തോരം ഒഴിക്കുന്നേ? ഒരു 3.5 പറഞ്ഞു 3.5. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. പാത്രം ഓൾറെഡി ചൂടായിരുന്നല്ലോ. അതിലോട്ട് നമ്മൾ നേരത്തെ മസാല വരട്ടി വെച്ച സോയ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച സോയ ക്യൂട്ട് പീപ്പീസ്. എല്ലാ ക്യൂട്ട് പീപ്പീസ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടോ. പുക വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട് ഗൈസ്. തുടങ്ങി. ആ കൈ ഇട്ട് തന്നെ നടക്ക്. അല്പസമയം ഇതൊന്നും തുടങ്ങിയോണ്ട് അല്പസമയം. സോയ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആകും. എണ്ണ തിളക്കകത്ത് തിളക്കുമായിരിക്കും. നോക്കാം. ബാച്ചിലേഴ്സ് കിച്ചൺ എന്ന് പറയുമ്പോ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവിടെ. ചായ ഉണ്ടാക്കാം. അത് രാത്രി തിന്നാൻ പറ്റുമോ? സോയ വറുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. സോയ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഒരല്പസമയം കൂടി ഇതേപോലെ ഗൈസ്. നിങ്ങളുടെ ഷെഫ് പൂപ്പി ഇതാ കരിച്ചിരിക്കുകയാണ് ഗൈസ്. ഇത് കരിഞ്ഞതല്ല, പിന്നെ ഇതും എന്റെ സ്പെഷ്യൽ ട്രേഡ് സീക്രറ്റാ. സോയക്ക് സ്മോക്കി ഫ്ലേവർ വേണം, അതിന് വേണ്ടിട്ടാ. സ്മോക്കി. അങ്ങനെ നമ്മളുടെ സോയ ആയിട്ടുണ്ട്. പാന് കുറച്ച് കരിഞ്ഞെങ്കിലും നമ്മള് സോയ സെറ്റ് ആയിട്ടുണ്ട്. സോയ കഴിഞ്ഞിട്ടില്ല ഗൈസ്, പാൻ കഴിഞ്ഞെങ്കിലും. ഇതാ ഗൈസ്, നമ്മൾ വറുത്ത് വെച്ച സോയ അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പാനും അതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഗൈസ്. വി ആർ ബാക്ക്. ആ പാത്രം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പൂപ്പി തന്നെ കഴുകിയത്, പേടിക്കണ്ട. ഇതിലോട്ടൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വീണ്ടും PP സീക്രട്ട് ആയിട്ടുള്ള മിൽക്കി മിസ്റ്റിന്റെ നെയ്യ്, നമ്മുടെ സ്വന്തം മിൽക്കി മിസ്റ്റിന്റെ നെയ്യ്. ഇടക്കിടക്ക് പറയുന്നുണ്ട് ഇവരെന്തായാലും ഇവരുടെ പൈസ വാങ്ങിക്കണം. മിൽക്കി മിസ്റ്റ് ഇവർക്ക് തന്നെ വീഡിയോ അയച്ചു കൊടുത്താലോ? ആകെ 100 പേരെ കാണണം, അവര് പൈസ അങ്ങോട്ട് വയ്ക്കും. ഇത് ഉപയോഗിച്ച് ഇനിയാണ് ഗൈസ് കഥ ആരംഭിക്കുന്നത്. 3/4 സ്പൂൺ മുളക് പൊടി. തീ കുറയ്ക്കണം ഗൈസ്, പുക വരും. ലോ ഫ്ലെയിമിൽ ഇടാം. ലോ ഫ്ലെയിം. എന്നിട്ട് വേറൊരു ട്രേഡ് സീക്രട്ട് ഗൈസ്. ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഷഹി പനീർ മസാല. നമ്മൾ ഉണ്ടാക്കുന്ന കറി സോയ കറി, ചേർക്കുന്നത് പനീർ മസാല. എന്തോരം ഇടണം കണക്കില്ലേ? ഒരു 2 സ്പൂണ്. 2 സ്പൂണ്. ഇത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുനുകുന അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കുക. ഓക്കെ, പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർക്കുക. ഒരെണ്ണം ഒരു പച്ചമുളക് അരിഞ്ഞത് ഗൈസ്. ഇപ്പൊ ഏകദേശം ഉള്ളി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മാജിക് ക്രീം ചേർക്കുന്നു ഗൈസ്. മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ സവോളയും എന്തൊക്കെയോ ചെയ്ത് മിക്സിയിൽ അടിച്ചില്ലേ, അത് ചേർക്കുക. ക്രീം ആയിട്ടുണ്ട് ഇപ്പൊ. ക്രീം ക്രീം ബിസ്ക്കറ്റും കൂടെ വാരിയിടായിരുന്നു ഞാൻ. പൂപ്പി തുമ്മി ഗൈസ്. പൂപ്പിനെ ആരെ കുറ്റം പറഞ്ഞു ഗൈസ്. ആദ്യത്തെ വീഡിയോ കണ്ട വീഡിയോസ് ആയിരിക്കും, ഫാൻസ് ആയിരിക്കും. ഇപ്പൊ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ല മസാല കറി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഉപ്പ് കുറവാ, അത് കാരണം 1 സ്പൂൺ ഉപ്പ് കൂടെ വാരിയിടുന്നു ഗൈസ്. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ടാ മതി. ആവശ്യത്തിന് അനാവശ്യത്തിന് ഇടാം ഗൈസ്. ഗൈസ്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പനീർ ബട്ടർ മസാലയുടെ ചാറ് പോലെ ഉണ്ട് ഗൈസ്. സോ ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. വായിൽ വെക്കാൻ കൊള്ളില്ലെന്നേ ഉള്ളൂ. ഇത് ഗൈസ് വേഗം വറുത്ത് വെച്ച സോയ ഇതിലേക്ക് നമ്മൾ ഇടുകയാണ് ഗൈസ്. പക്ഷെ നല്ല കറി കേട്ടോ, കാണാൻ ഭംഗിയുണ്ട്. കഴിക്കാൻ ഭംഗിയുണ്ടായാൽ മതിയായിരുന്നു ഗൈസ്. ആ ഒരു ലുക്ക് ഉണ്ട് ഗൈസ്. അതാ ഇപ്പഴാ കൂട്ടുപോപ്പിയായത്. അടച്ചു വെച്ചോ, 10 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ടാറ്റാ ഗൈസ്. ഗൈസ്, നമ്മുടെ അടിപൊളി സോയ ബട്ടർ മസാല വിത്തൗട്ട് ബട്ടർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ കഴിക്കാൻ പോകുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ് ഗൈസ്. കാണിച്ച് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി.
തിരുമേനിയോ? തിരുമേനീസ് കിച്ചൺ ഗൈസ്. ഇത് PP's കിച്ചൺ ഒരു വെല്ലുവിളിയാകുന്നെന്ന് തോന്നുന്നു. ആ വയറും. ഇനി ഇതിലോട്ട് ലാസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കസ്തൂരി മേത്തി. ആ പാക്കറ്റ് കാണിച്ചു. ഞാനും കടയിൽ പോയി കുറെ അന്വേഷിച്ചു ഗൈസ്. കസൂരി മേത്തി. ഓക്കെ, ഇതിട്ട് കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും. എന്തോ പറ്റില്ല, കഞ്ചാവ് അങ്ങാണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ എല്ലാം കണ്ട് പരിചയമുണ്ട് ഗൈസ്. അത് തന്നെ, തനി കഞ്ചാവ് പോലെ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ക്രഷ് ചെയ്ത് ചേർക്കുക ഗൈസ്. ഓ എക്സ്പീരിയൻസ്ഡ് എക്സ്പേർട്ട് BP. ഓ ഇതാണല്ലോ എക്സ്പേർട്ട് ആണെന്ന് പറയുന്നത്. ശരിയായി PP എക്സ്പേർട്ട് ആണ് ഗൈസ്. നാളെ വീഡിയോയിൽ എക്സസൈസിന്റെ കമന്റ് വരും ഗൈസ്. പിന്നെ ഇതിന്റെ കൂടെ മല്ലിച്ചപ്പും കൂടി ക്രഷ് ചെയ്ത് PP's കിച്ചന്റെ ലൊക്കേഷൻ അയച്ചു തരാൻ പറയും. ഇതുപോലെ എവിടെ കാണാൻ കഴിയും റെസ്റ്റോറന്റ് സ്റ്റൈൽ സോയ ബട്ടർ മസാല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോന് തന്ന സ്നേഹമാണ് ഈ കാണുന്നത്. ഈ വീഡിയോ ഒക്കെ ഉണ്ടാവും തോന്നുന്നില്ല.